നമ്മളൊക്കെ കൈക്കുഞ്ഞുങ്ങളായിരുന്ന കാലഘട്ടങ്ങളിൽ തലതൊട്ടമ്മയുടെ കയ്യിൽ മലർന്നു കിടന്നുകൊണ്ട് ഏതെങ്കിലും ഒരു പള്ളിയുടെ വാതിലിന് മുമ്പിൽ വന്ന് നിന്നിട്ടുണ്ട്. തലതൊട്ടമ്മയുടെ കയ്യിൽ മലർന്നു കിടക്കുന്ന നമ്മുടെ ഒരു അവസ്ഥ നമുക്ക് ഓർക്കാം. അന്ന് ആ പള്ളിയിലെ വികാരിയച്ഛൻ 2 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ജ്ഞാനസ്നാന മാതാപിതാക്കളോട്, തലതൊട്ടപ്പനോടും തലതൊട്ടമ്മയോടും. എന്താണ് ആ ചോദ്യങ്ങൾ എന്നറിയാവോ? പാപവും പാപമാർഗങ്ങളും നീ ഉപേക്ഷിക്കുന്നുവോ? ഈ കൈക്കുഞ്ഞിനോടാണ് ചോദിക്കുന്നത്. പക്ഷെ കൈക്കുഞ്ഞിന് ഉത്തരം പറയാൻ പറ്റത്തില്ല. കൈക്കുഞ്ഞിന് വേണ്ടി, ഞാനും നീയുമാകുന്ന കൈക്കുഞ്ഞിന് വേണ്ടി നമ്മുടെ ജ്ഞാനസ്നാന മാതാപിതാക്കള് ഉത്തരം കൊടുത്തു, പാപവും പാപമാർഗങ്ങളും ഉപേക്ഷിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, രക്ഷകനായ മിശിഹായെ ദൈവമായി സ്വീകരിക്കുന്നുവോ? നമുക്ക് വേണ്ടി നമ്മുടെ ജ്ഞാനസ്നാന മാതാപിതാക്കൾ അന്ന് ഉത്തരം കൊടുത്തു, സ്വീകരിക്കുന്നു. ഈ 2 കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, പാപവും പാപമാർഗങ്ങളും ഉപേക്ഷിക്കുന്നു സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ നമ്മുടെ കുഞ്ഞി കയ്യിൽ വെള്ള വസ്ത്രം നൽകിയിട്ടുണ്ട്. പാപം ഇല്ലാത്ത ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വ്യക്തിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ വെള്ള വസ്ത്രം നമ്മൾ പിടിച്ചതെന്ന്. പിന്നെ കത്തിച്ച മെഴുകുതിരി നമ്മുടെ കയ്യിൽ തന്നുവെന്ന്. ലോകത്തിന്റെ പ്രകാശമായ യേശുവിനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നതിനെ സൂചിപ്പിക്കുന്ന അടയാളമാണത്. നമ്മൾ അറിയണം. എന്നിട്ട് ഇന്നൊന്ന് ആലോചിച്ച് നോക്കണം, ഈ ലോകത്തിന്റെ കാറ്റേറ്റ് ആ യേശുവാകുന്ന പ്രകാശം ഇന്ന് കെട്ടുപോയിട്ടുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? ആലോചിച്ച് നോക്കണം.